സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ബ്രഹ്മസമാജം 1828. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപിച്ച വർഷം 1828 ഓഗസ്റ്റ് 20. ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ. ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന് പുനർനാമകരണം ചെയ്തത് 1830. ബ്രഹ്മസമാജം 1866 രണ്ടായി തിരിഞ്ഞു. ആദി ബ്രഹ്മസമാജ്, ഭാരതീയ ബ്രഹ്മസമാജ്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസ്, ശിവനാരായണൻ ശാസ്ത്രി. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയ്. ജനനം 1772 മെയ് 22. ജന്മസ്ഥലം രാധാനഗർ, പശ്ചിമ ബംഗാൾ. പിതാവ് രമാകാന്ത് റോയ്, മാതാവ് താരിണി ദേവി. മരണം 1833 സെപ്റ്റംബർ 27. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് അക്ബർ ഷാ രണ്ടാമൻ. അക്ബർ ഷാ രണ്ടാമന്റെ പ്രതിനിധിയാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ടിൽ സന്ദർശിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1815. ഡേവിഡ് ഹരേയുമായി ചേർന്ന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം 1817. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി 1821. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൾ അക്ബർ 1822. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണം ബംഗദൂത് 1829. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം 1825. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ വർഷം 1828 ഓഗസ്റ്റ് 20. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷം 1830. രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടന തത്വബോധിനി സഭ 1839. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായി വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് 1829 ഡിസംബർ 4. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി രാജാറാം മോഹൻ റോയ്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ച വ്യക്തി മോനിയർ വില്യംസ്. രാജാറാം മോഹൻ റോയുടെ അന്ത്യവിശ്രമ സ്ഥലം അർണോസ് വാലെ ശ്മശാനം, ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ട്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകങ്ങൾ തുഫത്തുൽ ഉൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നാണ് അർത്ഥം.
1805. ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. രാജാറാം മോഹൻ റോയുടെ 3 പുസ്തകങ്ങളാണ് തുഫത്തുൽ മുവാഹിദ്ദീൻ, ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരൻ മേരി കാർപെന്റർ. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. തന്റെ ആശയങ്ങൾക്കുള്ള പ്രചരണാർത്ഥം രാജാറാം മോഹൻ റോയ് വില്യം ആഡത്തിനൊപ്പം സ്ഥാപിച്ച സംഘടന യൂണിറ്റേറിയൻ അസോസിയേഷൻ. ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ധർമ്മസഭ എന്ന സംഘടന സ്ഥാപിച്ചത് രാധാകാന്ത് ദേബ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ പ്രവാചകൻ, ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ. ഇതെല്ലാം രാജാറാം മോഹൻ റോയ് ആണ്. തത്വബോധിനി സഭ 1839. തത്വവർജിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ് ടാഗോർ. തത്വവർജിനി സഭയാണ് പിൽക്കാലത്ത് തത്വബോധിനി സഭയായി മാറിയത്. തത്വബോധിനി സഭ സ്ഥാപിതമായ വർഷം 1839 ഒക്ടോബർ 6. തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷം 1859. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണം തത്വബോധിനി പത്രിക. പ്രാർത്ഥനാ സമാജം 1867. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ ആത്മാറാം പാണ്ഡുരാഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായ വർഷം 1867. പ്രാർത്ഥനാ സമാജത്തിന്റെ അംഗമായിരുന്ന പ്രധാന നേതാക്കൾ മഹാദേവ് ഗോവിന്ദ റാനഡെ, രാമകൃഷ്ണ ഭണ്ഡാർക്കർ. പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് പ്രയർ സൊസൈറ്റി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് MJ റാനഡെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗൃഹം വെസ്റ്റ് ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ രവീന്ദ്രനാഥ് ടാഗോർ. വേദസമാജം 1864. വേദസമാജം രൂപീകൃതമായ വർഷം 1864. വേദസമാജം സ്ഥാപിതമായ നഗരം മദ്രാസ്. വേദസമാജത്തിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന നേതാക്കൾ ശ്രീധരലു നായിഡു, കേശവ ചന്ദ്രസെൻ. കേശവ ചന്ദ്രസെൻ ജനനം 1838 നവംബർ 19. ജന്മസ്ഥലം കൊൽക്കത്ത. മരണം 1884 ജനുവരി 8. കേശവ ചന്ദ്രസെൻ ബ്രഹ്മസമാജത്തിൽ അംഗമായ വർഷം 1857. ഭാരതീയ ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന സംഘടന ഇന്ത്യൻ ബ്രഹ്മസമാജം. മദ്രാസിൽ ശ്രീധരലു നായിഡുവും കേശവ ചന്ദ്രസെന്നും ചേർന്ന് 1864 ആരംഭിച്ച സംഘടന വേദസമാജം. കേശവ ചന്ദ്രസെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1870. കൊലട്ടോള സായാഹ്ന പഠനശാല സ്ഥാപിച്ച വ്യക്തി. ഗുഡ്വിൽ ഫ്രട്ടേണിറ്റി എന്ന മതസംഘടനയുടെ സ്ഥാപകൻ. 1860 സംഗത് സഭ രൂപീകരിച്ച വ്യക്തി. 1866 ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി.
ഇവയുടെ എല്ലാ ആൻസർ കേശവ ചന്ദ്രസൻ. പൂന സാർവജനിക് സഭ 1870. പൂന സാർവജനിക് സഭയുടെ സ്ഥാപകൻ മഹാദേവ ഗോവിന്ദ റാനഡെ. പൂന സാർവജനിക് സഭ സ്ഥാപിക്കപ്പെട്ടത് 1870 ഏപ്രിൽ 2. പൂന സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവ് ബാലഗംഗാധര തിലക്. പൂന സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മീര പവഗി. മഹാദേവ് ഗോവിന്ദ റാനഡെ. ജനനം 1842 ജനുവരി 18. ജന്മസ്ഥലം മഹാരാഷ്ട്ര. മരണം 1901 ജനുവരി 16. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഗോവിന്ദ റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ഗോവിന്ദ് റാനഡെ. പൂന സാർവജനിക് സഭ, അഹമ്മദ് നഗർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ച വ്യക്തി ഗോവിന്ദ് റാനഡെ. എം.ജെ. റാനഡെയും ആത്മാറാം പാണ്ഡുരാഗും ചേർന്ന് രൂപീകരിച്ച സമാജം പ്രാർത്ഥനാ സമാജം. റാനഡെയുടെ പ്രശസ്ത കൃതി റൈസ് ഓഫ് ദ മറാത്ത പവർ. പഠിക്കാൻ അവസരം ലഭിച്ച ഓരോ ആളും അത് ലഭിക്കാത്ത ഓരോരുത്തരെയും പഠിപ്പിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി റാനഡെ. ദേവസമാജ് 1887. ദേവസമാജ് 1887 സ്ഥാപിതമായത് ലാഹോർ. ദേവസമാജ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവ് നാരായൺ അഗ്നിഹോത്രി. ദേവസമാജത്തിന്റെ മതപരമായ പുസ്തകം ദേവശാസ്ത്ര. ദേവസമാജത്തിന്റെ ഉപദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ദേവധർമ്മ. സത്യശോധക് സമാജ് 1873. സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ജ്യോതിറാവ് ഫൂലെ. സത്യശോധക് സമാജ് സ്ഥാപിതമായ വർഷം 1873 പൂനെ. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം 1930. ഗോവിന്ദറാവ് ഫുലെ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫൂലെ. ജ്യോതിറാവ് ഫൂലെയുടെ പ്രസിദ്ധമായ പുസ്തകം ഗുലാംഗിരി. സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിന്റെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ഗേൽ ഓംവെറ്റ്. സത്യശോധക് സമാജിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ദീനബന്ധു പൂനെ.